ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നോക്കാം. ഇന്നത്തെ ഞാൻ ഇന്നലെ രാത്രി തന്നെ ഇഡ്ഡലി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് മാവൊക്കെ അടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പഴയ മാവ് ഉണ്ടായി, കുറച്ച് അടിച്ചുകൊണ്ട് നല്ലതായിട്ട് മാവ് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല പൊന്തി വന്നിനി. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ പാത്രത്തിൽ ജസ്റ്റ് ഒന്ന് വെളിച്ചെണ്ണ തടവി കൊടുക്കണം, എന്നാൽ വേഗം കിട്ടും. നിങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യലുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഇങ്ങനെ ചെയ്താൽ വേഗം കിട്ടും കേട്ടോ. അപ്പോൾ ഉരുട്ടി പിടിച്ച് അങ്ങനെ കുറേ ഒരിച്ച് കേൾക്കാനൊന്നും പണി ഉണ്ടാവില്ല. വേഗം പാത്രം ക്ലീൻ ആയിക്കോളും. അപ്പോൾ ഇത് ഓരോ തലെടുത്ത് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒഴിച്ചെടുക്കാം. അവർക്ക് മദ്രസ ഉള്ളതുകൊണ്ട് നേരത്തെ പോകണം, 7:00 ആകുമ്പോഴത്തേന് പോകണം. അപ്പം ഇങ്ങനെ ആക്കുകയാണ് വേഗം നമുക്ക് ടൈം ലാഭം. ഇത് അടുപ്പത്ത് വെച്ചിട്ട് വേഗം കറി റെഡിയാക്കാം. ഇന്ന് ഇതിന് കൂട്ടാൻ ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചിക്കൻ കറിക്കുള്ളത് ഉള്ളികളൊക്കെ അതെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളിത് ഒഴിച്ച് റെഡിയാക്കി വെച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ട് വേണം നമ്മൾ ചിക്കൻ കറി തക്കാളി ഇതൊക്കെ മുറിച്ചിട്ട് റെഡിയാക്കാൻ. പിന്നെ രാവിലെ തന്നെ എങ്ങനെ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചാൽ അന്നതിന് ഉച്ചക്കും അതിനെടുക്കാം, 2 കറി കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഫില്ല് ചെയ്തതിന് ശേഷം അതിൻ്റെ പാത്രത്തേക്ക് വെച്ചിട്ട് അത് വെള്ളം തിളച്ചിട്ട് വേണ്ടത് വെക്കാൻ. എന്നിട്ട് നന്നായിട്ട് അടച്ച് വെക്കാം. അടച്ച് വെച്ച് റെഡിയാക്കാം. അപ്പോൾ ഇതിന് നമുക്കിതാ കറി റെഡിയാക്കണം. ഓരോരുത്തർ എണീറ്റ് വന്ന് ചായ വെള്ളമൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ കറിക്കുള്ളതൊക്കെ ഇരുന്ന് അരക്കാനുള്ള മിക്സിയിലിട്ടൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം ടൈം ഒരുപാടായിട്ടോ. അപ്പോൾ തണുപ്പായതിനാൽ ഇവിടെ പോയിട്ടുണ്ട്. അപ്പം കാറ്റിങ്ങനെ വരുന്നതുകൊണ്ട് നേരത്തെ എണീറ്റ് വരാൻ മതിയാണ്. എന്നാലും വരാഞ്ഞാൽ അവർക്ക് ചായ ആവില്ലല്ലോ. അപ്പോൾ കറി റെഡിയാവുന്നുണ്ട്. കറിക്കുള്ളതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് പൊടികൾ ഇട്ട് ജസ്റ്റ് ചിക്കൻ്റെ മൂടി വെച്ചാൽ കുക്കറിലാവുമ്പോൾ പൊടികളൊന്നും അങ്ങനെ കുറേ ചിക്കന് കൂടെ തന്നെ വെന്തോളൂ. അപ്പോൾ ജസ്റ്റ് ഇതാ കൂട്ടി കറിയല്ലേ. അപ്പോൾ നമ്മൾ മിക്സിയിൽ അടിച്ച ജാറിൽ കുറച്ച് വെള്ളം എടുത്ത് വയ്ക്കുന്നുണ്ട്. കാരണം അതിൻ്റെ ഇതൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് മിക്സ് ആവാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചു. ഇതാ ചിക്കൻ ഇട്ടു ജസ്റ്റ് ഒന്ന് അപ്പം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോഴത്തിന് നമ്മളെ അപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞൊരു എണ്ണ കൊഴിച്ചുകൊണ്ട് നല്ലതായി കിട്ടിയിട്ടുണ്ട്. ഇതാ അപ്പോൾ ഇതാണ് ഇന്നത്തെ കറി. ഇതാ ഇവിടെ മദ്രസക്ക് പോകാൻ വേണ്ടി എല്ലാവരും ഒരുങ്ങി റെഡിയായി വന്നിട്ടുണ്ട്. ഇതാ ഇനിയിപ്പോൾ